കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിലും പരിക്കേറ്റ 3 പേരും ഉൾപ്പെടെ 12 പേർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികളാകുമ്പോൾ ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ ബോംബ് നിർമ്മാണത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എതിരാളികളായ ഗുണ്ടാ സംഘത്തെ ആക്രമിക്കാനാണ് ഇവർ ബോംബുണ്ടാക്കിയിരിക്കുന്നത്. മുളിയാന്തോട് സംഘത്തെ നയിച്ചത് പരിക്കേറ്റ വിനീഷായിരുന്നു. കൊളവല്ലൂർ സ്വദേശി ദേവാനന്ദിന്റെ സംഘവുമായി ഏറ്റുമുട്ടൽ നടന്നിരുന്നു. മാർച്ച് 8-ന് ക്ഷേത്ര ഉത്സവത്തിനിടെ സംഘർഷവും നടന്നു. പിടിയിലായ എല്ലാവർക്കും ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് വ്യക്തമായിട്ടും അറിവുണ്ട്. അറസ്റ്റിലായ ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹി അമൽ ബാബു ബോംബ് ഒളിപ്പിച്ച സംഘത്തിലുള്ള ആളെന്നുമാണ് പോലീസ് വിശദീകരിച്ചത്. കൊല്ലപ്പെട്ട ഷെറിലും പരിക്കേറ്റ 3 പേരും ഉൾപ്പെടെ 12 പേരാണ് ഈ കേസിലെ പ്രതികൾ. ഇതിൽ 6 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. 2 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഒളിവിലുള്ള ഡിവൈഎഫ്ഐ ഭാരവാഹി ഷിജിലാലാണ് ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ ആസൂത്രകനെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. കുന്നോത്തുപറമ്പ് ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് ഷിജാൽ. അമൽ ബാബു, അതുൽ സായുജ് എന്നിവരാണ് അറസ്റ്റിലായ ഡിവൈഎഫ്ഐ യൂണിറ്റ് ഭാരവാഹികൾ. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പങ്കില്ലെന്ന് CPM ആവർത്തിക്കുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവും കേസിൽ അറസ്റ്റിലാകുന്നത്. ഡിവൈഎഫ്ഐ മീതിലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന അമൽ ബാബുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ സ്ഫോടനം നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി LC അംഗം A അശോകനും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ വീടുകൾ സന്ദർശിച്ച ദൃശ്യങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. കൂത്തുപറമ്പ് MLA KP മോഹനൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് ആവർത്തിക്കുമ്പോഴാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിക്കുമ്പോഴാണ് മരിച്ചയാളുടെ വീട്ടിൽ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളടക്കം സന്ദർശിച്ച വിവരങ്ങൾ പിന്നീട് വിവാദമായത്. ഇതിന് പിന്നാലെ മനുഷ്യത്വം കൊണ്ടാണ് ഇവരുടെ വീടുകളിൽ എത്തിച്ചേർന്നു എന്നായിരുന്നു പാർട്ടി ഇറക്കിയ ന്യായീകരണ ക്യാപ്സ്യൂൾ. അതേസമയം CPM നേതാക്കൾ ഷെറിന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും സംസ്കാരത്തിലടക്കം പാർട്ടി ഔദ്യോഗികമായി ഒന്നും ചെയ്തിട്ടില്ല എന്നുമൊക്കെയായിരുന്നു പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള വ്യക്തമാക്കിയത്. ബോംബ് നിർമ്മാണത്തിന്റെ ഗൂഢാലോചനയിൽ ബാംഗ്ലൂരിൽ നിന്ന് ഭാഗമായി മിഥുന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ബോംബുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നറിയാൻ കൂത്തുപറമ്പ് പാനൂർ പ്രദേശങ്ങളിൽ ബോംബ് സ്ക്വാഡ് വ്യാപകമായ പരിശോധന നടത്തിയിരിക്കുകയാണ്. പാനൂർ ബോംബ് സ്ഫോടനത്തെ പറ്റിയുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കിടെയാണ് ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുമായി ബന്ധപ്പെട്ട് ബോംബ് നിർമ്മിച്ചതെന്ന് പോലീസ് നൽകുന്ന വിശദീകരണവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.